അധികാരത്തിലെത്തിയാൽ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും ട്രംപ് പറഞ്ഞു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കൊൽക്കത്ത ഹൈക്കോടതി. ബംഗാൾ സർക്കാരോ ആശുപത്രി സംവിധാനമോ ഇരയ്ക്കൊപ്പം നിന്നില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. കൊൽക്കത്ത RG മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം CBIക്ക് കൈമാറി കൊൽക്കത്ത ഹൈക്കോടതി. ബംഗാൾ സർക്കാരിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. സർക്കാരും ആശുപത്രി അധികൃതരും ഇരയ്ക്കൊപ്പമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കോടതി കേസ് CBIക്ക് കൈമാറിയത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും CBIക്ക് കൈമാറാനും ഉത്തരവിട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് വനിതാ ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാജ്യമൊട്ടാകെയുള്ള പ്രതിഷേധത്തിന് പിന്നാലെ RG മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് രാജിവെച്ചിരുന്നു. എന്നാൽ രാജിവെച്ച ഉടൻ തന്നെ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ സന്ദീപിന് പ്രിൻസിപ്പലായി നിയമനം നൽകി. ഇതിനെയും ഹൈക്കോടതി അതിരൂക്ഷമായി ചോദ്യം ചെയ്തു. ഡോക്ടർക്ക് പുനർനിയമനം നൽകാൻ എന്തിനാണ് തിടുക്കം കാട്ടിയതെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം പൂർത്തിയാകും വരെ സന്ദീപ് ഘോഷ് അവധിയിൽ പ്രവേശിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആശുപത്രി അധികൃതർ തുടക്കം മുതൽ കേസിൽ കള്ളങ്ങൾ പറയുകയാണെന്നാണ് ഇരയുടെ കുടുംബം ആരോപിക്കുന്നത്. വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു. കൊലപാതകത്തിൽ സഞ്ജയ് റായി എന്ന വ്യക്തി അറസ്റ്റിലായിരുന്നു. എന്നാൽ ഇയാൾ ഒറ്റയ്ക്കല്ല കൊലപാതകം നടത്തിയതെന്നും ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥ